അതുപോലെ അനീഫ്ക്കയുടെ ഒരു പ്രത്യേകത ചെയ്യുന്ന കോംബോയിൽ ഇപ്പൊ സലീമായിട്ടുള്ള കോംബോ എത്ര പടത്തിൽ നമ്മൾ കണ്ടു അല്ലേ? അതേപോലെ ഹരിശ്രീ അശോകൻ ചേട്ടനായിട്ടും ഒരു ഇത് മറ്റേ എന്താണ് മീശവാദവും വരുമ്പോൾ ജഗദീഷ് ചേട്ടനായിട്ടുള്ള ഏത് ആർട്ടിസ്റ്റിന്റെ അവരുടെ ഒപ്പം നിന്ന് കളിച്ച് ഈ കാണുമ്പം ഈ സലീമേട്ടന്റെ ഒക്കെ ബാച്ചായിട്ട് തോന്നും ചിലപ്പോ. സിനിമ കാണുമ്പോ ഒക്കെ എം നമ്പ്യാരൊക്കെ പറ്റി അവിടെയൊക്കെ ഉണ്ടെങ്കിലും കരിമ്പന മൂർഖൻ ജയന്റെ കാലഘട്ടം അവിടെ തൊട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ പെട്ടെന്ന് വേണമെങ്കിൽ സലീമേട്ടന്റെ ഒരു ബാച്ചായിട്ട് നമുക്ക് തോന്നാം. അനീഫ്ക്ക നാടോട്ട് പോയതാണോ? ഇവിടെ മുങ്ങിയതല്ലേ ഹനീഫിക്കയോ? അഭിനയിക്കാൻ വേണ്ടിട്ട്? അഭിനയിക്കാൻ വേണ്ടിയല്ല, കൊടി കത്തിച്ച് കളഞ്ഞു പുള്ളി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി കത്തിച്ച് കളഞ്ഞു അല്ലേ? കൊടി കത്തിച്ചല്ലേ? വിപ്ലവകാരിയായിരുന്നു. പിന്നെ അല്ലാണ്ട് കോളേജിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു അല്ലേ? ആൽബർട്സിൽ പഠിക്കാം, എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ തൊഴിലാളികൾ സമരം ചെയ്തതാണ്. അപ്പൊ എല്ലാ കടകളുടെ മുമ്പിലും കൊണ്ടുവന്ന് ചുവന്ന കൊടി ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ മുതലാളിമാരൊക്കെ കൂടി ഒരു ഭാരവണ്ടിയിൽ കൊണ്ടുപോയി തൊഴിലാളികൾക്ക് എതിരായിട്ട് ചെയ്ത്. അപ്പോൾ അവർ സോഡാ കുപ്പി എറിഞ്ഞ് ഒരു കൈയൊക്കെ പിടി. അപ്പം നമ്മുടെ അളിയൻ്റെ കൈയൊക്കെ മുറിഞ്ഞ്. അനീഫിക്ക് സ്കൂട്ടറിൽ വരുമ്പോൾ കണ്ട സീൻ അതാണ്. പുള്ളി വേഗം നടന്ന് കൊടികളൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് ഈ സിഗരറ്റ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിളക്കുണ്ടല്ലോ പണ്ട്, അതിൽ മണ്ണെണ്ണ കറുത്ത് വെച്ചിട്ട് കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത്. ചോരച്ചെങ്കുടി കത്തിച്ചവരെ, കാപാലികരെ, ഗുണ്ടകളെ നിങ്ങളെ ഞങ്ങൾ എടുത്തോളാം, തട്ടിക്കളയാൻ ഓട്ടിട്ട് അനീഫിക്കാന മദ്രാസിലേക്ക് മാറ്റി. അന്ന് എം ലോറൻസ് ഉണ്ടായിരുന്നു. എം ലോറൻസ് ഇടപെട്ടിട്ടാണ് അത് കോംപ്രമൈസ് ആക്കിയത്. കുറേ വർഷങ്ങളെടുത്ത് കോംപ്രമൈസ് ആകാനായിട്ട്. പിന്നെ പുള്ളി മാക്സിസ്റ്റുകാരനായി. കൊച്ചിയിൽ മത്സരിക്കാൻ വേണ്ടി വന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. സ്ഥാനാർത്ഥിയാകാൻ പോയതാ. പിണറായി വിജയൻ വന്നിട്ട് സംസാരിച്ചു. പിന്നെ എന്തോ ഒക്കെ പറഞ്ഞത് മിസ്സായി പോയി. ഹനീഫിക്ക് അങ്ങനെ അതിനുള്ള പൊളിറ്റിക്സ് പരിപാടികൾ കേൾക്കലൊന്നുമില്ല. ചിരിച്ചു കളിച്ച് രസിച്ച് പോലല്ലാതെ ഒരു ആരോപണം പരിപാടികളിലോട്ടൊന്നും നിൽക്കാൻ റെഡിയാവുന്ന ആളായിരുന്നു തോന്നുന്നില്ല. ഇരട്ട കുട്ടികളല്ലേ ഹനീഫിക്ക് മകള്? അവരൊക്കെ ഇപ്പം +2 കഴിഞ്ഞു. അവർ CAക്ക് വേണ്ടി ചേർന്നിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കും. സഫേ മാർവേ നിങ്ങൾ എന്തോ ഒരു കമന്റ് അടിച്ച് ഓർമ്മയില്ല. ഞാനത് പറയാം. അതായത് അനീഫ്ക്ക പിള്ളേർക്ക് പേരിട്ട് സഫാ മാറുക എന്ന് പറഞ്ഞാൽ 2 മലകളാ. അപ്പൊ സലീം എന്തോ ഒരു കമന്റ് പറഞ്ഞു. ഞാൻ ഉണ്ട് എന്റെ പ്രശ്നം. അപ്പൊ അനീഫ്ക്ക പറഞ്ഞു, എന്താണ് അനീഫ്ക്ക കൊച്ചുങ്ങളെ പേരെന്താന്ന് വെച്ചു. എടാ സാഫാ മർവ എന്നാണ് കുട്ടികളുടെ പേര്. 2 പെൺകുട്ടികൾ സാഫാ മർവ എന്നാണ്. ഭാഗ്യം 3 ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ 1000 ഗാതൊന്നും ഇട്ടേനെ. പാട്ടിലെ വരികൾ നമ്മളെ ഏതൊരു പടം ഷൂട്ടാണ് നമുക്ക് പുലിവാലി കല്യാണം തോന്നണല്ലേ? ഏത് ഇയറിലാണ് കുട്ടികളുണ്ടാവണ? അതാന്ന് തോന്നുന്നു. വളരെ ലൈറ്റ് ആയിട്ട് ഉണ്ടായത്. കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഞങ്ങളുടെ അന്വേഷണം കാണുമ്പോ പറയാം. ഞാൻ പറഞ്ഞു, വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞില്ല, പഠനവും തിരക്കൊക്കെയാണ്. വേണ്ട.